നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 23-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന 16-ാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ പേര് ആർക്കാണ് പാപം എന്നാൽ നമുക്ക് പതുക്കെ അങ്ങടെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ പതിവ് പോലെ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ പഴയ മുരുക്കുമരത്തിൽ നിന്നും പിടിച്ച് തോളിലിട്ട് വീണ്ടും അങ്ങനെ യാത്ര തുടർന്നപ്പോൾ വേതാളം പറഞ്ഞു, മഹാരാജൻ, എൻ്റെ 24 കഥകളിൽ 16-ാമത്തെ കഥയാണ് ഞാൻ അങ്ങയോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യനാൽ ബന്ധിക്കപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു ബ്രാഹ്മണൻ ദീർഘയാത്ര ചെയ്ത് ഒരു അഗ്രഹാരത്തിലെത്തി. അവിടെ അയാൾക്ക് നല്ല ഭക്ഷണവും ശാന്തമായ വിശ്രമവും ഒക്കെ കിട്ടി. അവിടെ നിന്ന് ഒരു പൊതിച്ചോറും കൂടി വാങ്ങി അയാൾ വീണ്ടും അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ നടന്ന് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തിയ അയാൾ അവിടെ അല്പസമയം അങ്ങട് വിശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. അവിടെ കണ്ട ആൽത്തറയിൽ കയറി ചമ്രം പടിഞ്ഞിരുന്ന് കയ്യിൽ കരുതിയ പൊതിച്ചോർ തുറന്ന് അയാൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് അദ്ദേഹം ഇരുന്ന ആലിൻ്റെ മുകളിലായി ഒരു ഗരുഡൻ അങ്ങടെ പറന്നു വന്നിരുന്നു. അതിൻ്റെ കൊക്കിലായിട്ട് ഒരു കാളസർപ്പവും ഉണ്ടായിരുന്നു. താമസിയാതെ ഗരുഡൻ സർപ്പത്തെ അങ്ങട് കൊത്തി തിന്നുവാൻ തുടങ്ങി. സർപ്പത്തിൻ്റെ ഉഗ്രമായ വിഷം താഴെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണന്റെ പൊതിച്ചോറിലേക്ക് അങ്ങോട്ട് വീണു. പക്ഷേ ഈ വിവരമൊന്നും അറിയാതെ ചോറ് മുഴുവൻ ഭക്ഷിച്ച ബ്രാഹ്മണൻ അവിടെ ആൽത്തറയിൽ തന്നെ വീണ് അങ്ങോട്ട് മരിച്ചു. കഥ ഇവിടെ നിർത്തിയതിനു ശേഷം വേതാളം നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിച്ചു, ബ്രാഹ്മണന്റെ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണ്? അയാളെ കൊന്നതിൻ്റെ പാപം ആർക്കാണ്? ഇതായിരുന്നു നമ്മുടെ വേതാളത്തിൻ്റെ ചോദ്യം. ഉടൻ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടി വന്നു. പൊതിച്ചോറ് തയ്യാറാക്കി കൊടുത്തവരാരും ഇതിൽ പാപം ചെയ്തിട്ടില്ല. താൻ കഴിച്ച ഭക്ഷണത്തിൽ വിഷം കലർന്ന കാര്യം ബ്രാഹ്മണനും അറിഞ്ഞിട്ടില്ല. താഴെ ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ സർപ്പവിഷം അയാളുടെ ഭക്ഷണത്തിൽ വീണതോ ഗരുഡനും അറിഞ്ഞിട്ടില്ല. അപ്പോ ഇതേപ്പറ്റി പറഞ്ഞു നടക്കുന്നവർക്കാണ് പാപം. ഇതായിരുന്നു നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല. ഉത്തരം കേട്ട സന്തോഷത്തിൽ ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് പറന്ന് പഴയ മുരുക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി അങ്ങോട്ട് കടന്നു. വേതാളം പറഞ്ഞ 17-ാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.